ട്രെയിൻ യാത്ര ഇഷ്ടപ്പെടുന്നവർ ഒരു വട്ടമെങ്കിലും പോകേണ്ട ഒരു റൂട്ട് തന്നെയാണ് കേട്ടോ. ഫുൾ കോടയായിരുന്നു, മലമുകളിൽ ഫുൾ കോട, പിന്നെ മഴയും. ആദ്യത്തെ ഒരു യാത്ര എന്ന് പറയുന്നത് അത് എൻ്റെ ഫേവറേറ്റ് പ്ലേസ് ആയിട്ടുള്ള ബാംഗ്ലൂരിലേക്ക് തന്നെയായി. എൻ്റെ വലതുവശത്തിരിക്കുന്ന ഒരു തമിഴനും ഇടതുവശത്തിരിക്കുന്ന ഒരു ഹിന്ദിക്കാരനായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ആദ്യത്തെ ഒരു ട്രിപ്പ്, കേരളം വിട്ടിട്ടുള്ള ആദ്യത്തെ ഒരു ട്രിപ്പിന് പോവാണ്. ബാംഗ്ലൂരാണ് പോണത്. അപ്പോൾ രാവിലെയാണ് ട്രെയിനിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പറയാം. എറണാകുളത്തു നിന്നാണ് പോകുന്നത്, എറണാകുളം ടു ബാംഗ്ലൂർ. എടപ്പള്ളിയാണ് കേട്ടോ, നല്ല മഴയൊക്കെ ഉണ്ട്. എറണാകുളം സൗത്ത് സ്റ്റേഷൻ ജംഗ്ഷൻ എന്നാണ് കേട്ടോ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് എടപ്പള്ളിയിൽ നിന്ന് സൗത്ത് വരെ പോകണം. അപ്പോൾ ഞാൻ മെട്രോയിൽ പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ എടപ്പള്ളി മെട്രോയിൽ നിന്ന് നേരെ സൗത്ത് സ്റ്റേഷനിലേക്ക് പോകാം. അപ്പോൾ നടക്കാം കേട്ടോ, നല്ല മഴയുള്ള ദിവസമാണ്. എടപ്പള്ളി ഫ്ലൈ ഓവറാണ് കേട്ടോ. എനിക്ക് ലുലു മോളിൻ്റെ ഏകദേശം ഓപ്പോസിറ്റ് ആയിട്ടാണ് മെട്രോ സ്റ്റേഷൻ വരുന്നത്. അപ്പോൾ അതുവരെ നടക്കണം. അങ്ങനെ സിഗ്നലും കടന്ന് ഇങ്ങോട്ടാണ് പോകാനുള്ളത്. അങ്ങനെ എടപ്പള്ളി മെട്രോയിലെത്തി. അങ്ങനെ മെട്രോക്കുള്ള ടിക്കറ്റ് എടുത്തു. 40 രൂപയുടെ സൗത്തിലേക്ക്. സൗത്തിൽ അടച്ചെങ്കിൽ ലിഫ്റ്റിൽ കയറിയിട്ട് ഈ അമർത്താൻ. പ്ലാറ്റ്ഫോം നമ്പർ 2 വന്നിട്ടുണ്ട്. ഇത് 2 തന്നെയാണെന്ന് എനിക്കറിയില്ല. അതിനപ്പുറത്തുള്ള മെട്രോ എന്തോ. അങ്ങനെ സൗത്തിലിറങ്ങി റെയിൽവേ സ്റ്റേഷൻ്റെ അവിടേക്ക് നടക്കുകയാണ്. ഞാൻ ടിക്കറ്റ് എല്ലാം ഓൾറെഡി എടുത്തിട്ടുള്ളതാണ്, ഓൺലൈനിൽ എടുത്തിട്ടുള്ളതാണ്. അപ്പം ടിക്കറ്റ് എടുക്കാൻ കൺഫ്യൂഷനില്ല. ഇനി എനിക്ക് എൻ്റെ ട്രെയിനും സംഭവങ്ങളൊക്കെ ഒന്ന് കണ്ടുപിടിക്കണം. ഇവിടെയും എസ്കലേറ്റർ ഉണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല കേട്ടോ. നമുക്ക് സമയമാവാത്ത 9:10 ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തോടെ. അപ്പോൾ സമയമാവാത്തത് കൊണ്ടായിരിക്കും ട്രെയിൻ വരാത്തത്. അപ്പോൾ ഞാൻ പോകുന്ന ട്രെയിൻ എന്ന് പറയുന്നത് ബംഗളൂരു ഇന്ത്യൻ സിറ്റി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ്. ഇത് എറണാകുളം ജംഗ്ഷൻ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. ഡെയിലി ഓടുന്നൊരു ട്രെയിനാണിത്. രാവിലെ 9:10 എറണാകുളത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യും. രാത്രി എന്നിട്ട് ഒരു 9 മണിയൊക്കെ ആവും ബംഗളൂരു ജംഗ്ഷനിൽ എത്താനായിട്ട്. ഇത് 2 ടിക്കറ്റായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇവിടുന്ന് എറണാകുളത്ത് നിന്ന് കോയമ്പത്തൂർ വരെ സെയിം ട്രെയിനിൽ തന്നെ കോച്ച് 3 ആണ് വരുന്നത്. പിന്നെ വന്നിട്ട് കോയമ്പത്തൂരിൽ നിന്നാണ് പിന്നെ കോച്ച് 10ലേക്ക് പോകണം. അവിടെയാണ് പിന്നെ എൻ്റെ സീറ്റ് വരുന്നത് ബാംഗ്ലൂർ വരെ. ഇതാണ് കേട്ടോ ട്രെയിൻ. വിളിച്ചൊന്നുമില്ല ഇവിടെ വന്നിട്ട് 84 84 വിൻഡോ സീറ്റ്. സന്തോഷം. അങ്ങനെ എൻ്റെ സീറ്റൊക്കെ കണ്ടുപിടിച്ചിട്ടാണ് വിൻഡോ സീറ്റ് തന്നെയായിരുന്നു കിട്ടിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു വിൻഡോ സീറ്റ് കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ളത്. അപ്പോൾ വീഡിയോ എടുക്കാനും സുഖമായിരിക്കും. പിന്നെ രാവിലെ ഒന്നും ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇഡ്ഡലിയും വടയും പിന്നെ എന്തോ സാമ്പാറാന്ന് തോന്നുന്നു അങ്ങനെ എന്തോ വാങ്ങി. ആദ്യം ഈ ട്രെയിനിൻ്റെ ഉള്ളിൽ തന്നെ ആളുകൾ ഇങ്ങനെ ഫുഡ് ഇങ്ങനെ വിൽക്കാനായിട്ട് വരും. അപ്പം അങ്ങനെ വാങ്ങിച്ചാട്ടാ. 70 രൂപയാട്ടോ ഇതിന് ചാർജ് വന്നത്.
അങ്ങനെ ട്രെയിൻ പുറപ്പെടുകയാണ്. അപ്പോൾ ഈ ഒരു യാത്ര എന്ന് പറയുന്നത് എൻ്റെ ഒരുപാട് കാലത്തെ ഒരു ആഗ്രഹം തന്നെയായിരുന്നു, കേരളത്തിൽ നിന്ന് പുറത്തേക്ക് ഒറ്റയ്ക്കൊരു യാത്ര ചെയ്യാന്നുള്ളത്. അത് ഇതുവരെ സാധിച്ചിട്ടില്ല. പേടിയായിട്ടൊന്നുമല്ല, അവസരം ഉണ്ടായില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ആ ഒരു എൻ്റെ ആദ്യത്തെ ഒരു യാത്ര എന്ന് പറയുന്നത് അത് എൻ്റെ ഫേവറേറ്റ് പ്ലേസ് ആയിട്ടുള്ള ബാംഗ്ലൂരിലേക്ക് തന്നെയായി. ബാംഗ്ലൂർ എന്ന് പറയുമ്പം സിറ്റി ഏരിയ ആണ്, ക്രൗഡഡ് ആണ്. പക്ഷേ എന്നിരുന്നാൽ പോലും അതിനേക്കാൾ ഉപരി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട്, എക്സ്പ്ലോർ ചെയ്യാനുണ്ട് ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ. കൺഫേം ആയിട്ട് അങ്ങനെ TTR വന്നു. ടിക്കറ്റ് എല്ലാം ചെക്ക് ചെയ്ത് നമ്മുടെ സീറ്റൊക്കെ കൺഫേം തന്നെയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ TTR വന്നിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്യും. പിന്നെ നമ്മൾ മൊബൈലൊക്കെ ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം എൻ്റെ GoPro എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചാർജ് തീരും, അതുകൊണ്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ചാർജ് ചെയ്യാനും കുഴപ്പമില്ല. ഇപ്പം നമ്മൾ തൃശ്ശൂർ സ്റ്റേഷനിലെത്തി. ആലുവ കഴിഞ്ഞിട്ട് പിന്നത്തെ സ്റ്റോപ്പ് തൃശ്ശൂരാട്ടോ. തൃശ്ശൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് പാലക്കാട് ജംഗ്ഷൻ ആട്ടോ. പാലക്കാട് മാത്രം സ്റ്റോപ്പിലൂടെ കഴിഞ്ഞിട്ട് വന്നിട്ട് ഇനി അടുത്ത സ്റ്റേഷൻ പാലക്കാടാണ്. പാലക്കാട് ജംഗ്ഷനിലാണ് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ട്രെയിൻ യാത്രകൾ ഒരുപാട് ചെയ്തിട്ടുണ്ടെങ്കിലും പക്ഷേ ഞാൻ ഇത്രയും ലോങ് ടൈമിൽ ഉള്ളൊരു ട്രെയിൻ യാത്ര ഇത് ആദ്യമായിട്ട് തന്നെയാണ്. ഏകദേശം ഒരു 11-12 മണിക്കൂറോളം ഉണ്ട്. എൻ്റെ പ്ലാനിങ്ങിനുള്ളത് ഇതുപോലെ ഒരുപാട് യാത്രകളാണ്. കർണാടക, തമിഴ്നാടിലേക്കുള്ള ഒരുപാട് യാത്രകളൊക്കെ തന്നെയാണ്. പിന്നെ ഇങ്ങനെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോൾ ലാംഗ്വേജ് ഒക്കെ ഒരു പ്രോബ്ലം ആയിരിക്കും. പക്ഷേ ഇംഗ്ലീഷ് അറിയെങ്കിലും എനിക്ക് മലയാളം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അറിയുന്നത് തമിഴാണ്. തമിഴൊക്കെ കുറേയൊക്കെ അറിയാം നന്നായിട്ട്. പിന്നെ ഈ പറഞ്ഞ മാതിരി തെലുങ്ക്, കന്നഡ ഇതൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്നപോലെ നമുക്ക് ഇംഗ്ലീഷ് അറിയാവുന്നതുകൊണ്ട് കുറച്ചൊക്കെ നമുക്ക് പിടിച്ചു നിൽക്കാം. പക്ഷെ നമുക്ക് യാത്ര ചെയ്യാനായിട്ട് എനിക്ക് തോന്നുന്നില്ല ലാംഗ്വേജ് ഒരു പ്രധാന ഘടകമാണെന്നുള്ളത്. പിന്നെ ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറ്റിപ്പുറം പാലവും ഭാരതപ്പുഴയും കടന്നിട്ട് അടുത്തത് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് കേട്ടോ പോകുന്നത്. എന്താ ഭംഗി നോക്കിയാൽ പാലക്കാട് ജില്ല കടന്നപ്പോൾ ഈ പച്ചപ്പും നെൽവയൽ വിരിച്ച പാടങ്ങളൊക്കെയാണ്. പിന്നെ ചെറുതായി മഴയും പെയ്യുന്നൊരു സമയമായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ പാലക്കാട് റൂട്ട് ട്രെയിനിൽ വരുന്നത്, ആദ്യമായിട്ടാണ്. അങ്ങനെ വണ്ടി പാലക്കാട് സ്റ്റേഷനിലെത്തി. അതായത് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ. നമ്മൾ എറണാകുളം പോലെ തന്നെ പാലക്കാട് സിറ്റിയിലും 2 സ്റ്റേഷനാണ് മെയിനായിട്ടുള്ളത്. ഒന്ന് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനും അതുപോലെ പാലക്കാട് ടൗൺ റെയിൽവേ സ്റ്റേഷനും. പാലക്കാട് ടൗണിന് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു സ്റ്റേഷനാണ് ഈ പാലക്കാട് ടൗൺ സ്റ്റേഷൻ. ഇത് ജംഗ്ഷൻ സ്റ്റേഷന് ഏകദേശം 4 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഏറ്റവും കൂടുതൽ മോസ്റ്റ് ഓഫ് ദ ട്രെയിൻസ് കടന്നു പോകുന്നത് അതുപോലെ സ്റ്റോപ്പ് ഉള്ളതും ഈ പാലക്കാട് ജംഗ്ഷൻ സ്റ്റേഷനിലാണ്. Train number 1, 2, 6, 7, 8, Ernakulam Bangalore Intercity Superfast Express is arriving on platform number 4. ഈ ട്രെയിനിന് ഒരുപാട് സ്റ്റേഷനിൽ സ്റ്റോപ്പുണ്ട്. കോയമ്പത്തൂർ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് തിരുപ്പൂർ, ഈറോഡ്, സേലം, പിന്നെ ധർമ്മപുരി, ഹൊസർ, കർമ്മേലരം, പിന്നെ ബാംഗ്ലൂർ. അപ്പോൾ വളരെ കുറച്ച് സ്റ്റേഷനിലാണ് സ്റ്റോപ്പ് ചെയ്യുന്നത്. ഒരു 11 മണിക്കൂറിൻ്റെ ഒരു യാത്ര. മലയാളിയാണ്. പാലക്കാട് നിന്ന്
ഈ ടൗൺ സ്റ്റേഷൻ്റെ റൂട്ട് വേറെയാണ് കേട്ടോ. നമ്മൾ പാലക്കാട്, മുതലമട, കൊല്ലങ്കോട്, അതുപോലെ പുതുനഗരം ഈ സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെയൊക്കെ പോകണമെന്നുവെച്ചെങ്കിൽ നമുക്ക് ടൗൺ സ്റ്റേഷൻ വഴി കടന്നു പോകുന്ന റൂട്ടിലേക്ക് പോകണം. പിന്നെ സേലം, കോയമ്പത്തൂരൊക്കെ പോകുകയാണെന്ന് വെച്ചെങ്കിൽ ജംഗ്ഷൻ സ്റ്റേഷൻ വഴിയാണ് പോകുക. ഇനി 12:44 കോയമ്പത്തൂരെത്തി. 1 മണിക്കൂർ കൂടി ഉണ്ട്. നേരെ കോയമ്പത്തൂരാണ്. കോയമ്പത്തൂരെത്തി കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ സീറ്റ് മാറേണ്ടി വരും. ഫ്രണ്ടിലേക്ക് പോകണം. അങ്ങനെ കോയമ്പത്തൂരിലേക്കുള്ള യാത്രയിൽ വലിയ മലനിരകൾക്കിടയിലൂടെയായിരുന്നു പിന്നെ കുറേ നേരം പോയിക്കൊണ്ടിരുന്നത്. ട്രെയിൻ യാത്ര ഇഷ്ടപ്പെടുന്നവർ ഒരു വട്ടമെങ്കിലും പോകേണ്ട ഒരു റൂട്ട് തന്നെയാണ് കേട്ടോ. ഫുൾ കോടയായിരുന്നു, മലമുകളിൽ ഫുൾ കോട, പിന്നെ മഴയും. ആ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. അപ്പം ഈ മലനിരകൾ എന്ന് പറയുന്നത് വെസ്റ്റേൺ ഗാട്ട്സിൻ്റെ, അതായത് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരമായിട്ടുള്ള പാലക്കാട് ചുരമാണ് കേട്ടോ. അതായത് പാലക്കാട് ഗ്യാപ്പ്. മഹാരാഷ്ട്ര മുതൽ കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്ന സഹ്യപർവ്വതത്തിന് ഒരേ ഒരു ഗ്യാപ്പ് മാത്രമാണ് ഉള്ളത്. അതാണ് ഈ ഒരു പാലക്കാട് ഗ്യാപ്പ്. അപ്പോൾ ഈ പാലക്കാട് നിന്ന് കോയമ്പത്തൂരിലേക്കുള്ള ട്രെയിൻ കടന്നു പോകുന്നത് ഈ പാലക്കാട് ഗ്യാപ്പിലൂടെയാണ്. ഇത് കേരളത്തിലെ നീലഗിരി കുന്നുകൾക്കും തമിഴ്നാട്ടിലെ ആനമലയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചുരമാണ്. ഇപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ ചുരം എന്ന് പറയാം. ഇതിനിടയിലൂടെ നദികളും മറ്റ് മുകളിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് വെള്ളച്ചാട്ടമൊക്കെ കാണാം കേട്ടോ. ഇത് ഭാരതപ്പുഴയുടെ ഭാഗങ്ങളാണ്. അപ്പം ഈ കാറ്റിനെയും മഴയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഈ ഉയർന്ന മലനിരകളാണ്. അപ്പൊ ഈ ഒരു കാഴ്ച വളരെ ഭംഗിയാണ്. എന്താ പറയാ, നമുക്ക് ആ ട്രെയിനിലൂടെ അങ്ങനെ പോകുമ്പോൾ ആ മുകളിൽ ഫുൾ കോട നിറഞ്ഞിട്ടും അതുപോലെ വെള്ളച്ചാട്ടമൊക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഏത് ടൈമിലും ഇപ്പോൾ വേനൽക്കാലമായാലും മഴക്കാലമായാലും ഈ കുന്നുകളുടെ മുകളിൽ എപ്പോഴും കോട നിറഞ്ഞിരിക്കുന്ന കേട്ടോ പറയാം. പിന്നെ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടി എന്ന് പറയുന്ന ആനമുടി കേട്ടോ. അത് ഈ പശ്ചിമഘട്ടത്തിൻ്റെ വെസ്റ്റേൺ ഗാട്ട്സിൻ്റെ ഏറ്റവും ഉയർന്ന ഭാഗമാണ് ഈ ഒരു ആനമുടി എന്ന് പറയുന്നത്. ഇടുക്കി ജില്ലയിലാണ് ഇത് ഉള്ളത് കേട്ടോ. കുറേ ഇത് കഴിഞ്ഞിട്ട് തമിഴ്നാട് ബോർഡർ കടന്നപ്പോൾ എനിക്ക് എൻ്റെ നെറ്റ്വർക്ക് കുറച്ച് നേരത്തേക്ക് എനിക്ക് നെറ്റ്വർക്ക് ഫുൾ ഡൗൺ ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് സ്റ്റേറ്റ് കടന്നു പോകുന്നത് കൊണ്ട് എനിക്ക് എന്താണ് സംഭവിക്കുന്നത് എനിക്കറിയില്ലായിരുന്നു. അപ്പം ഞാൻ കുറച്ച് കൺഫ്യൂഷനായി. എനിക്ക് ഇനി നെറ്റ് വരില്ലേ, വേറെ എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ അത് കുറച്ച് നേരത്തേക്ക് മാത്രം നമ്മുടെ റേഞ്ചെല്ലാം കട്ടായി പിന്നീട് നോർമൽ റേഞ്ചിലേക്ക് വന്നു കേട്ടോ. അത് ആ ഒരു നേരത്തേക്ക് നമുക്ക് ആരെങ്കിലും നമ്മൾ വിളിച്ചാലും കിട്ടില്ല, നമുക്ക് അങ്ങോട്ടും വിളിക്കാനും പറ്റില്ല. അത് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷെ അത് കുറച്ച് നേരം ഉണ്ടായുള്ളൂ. നിങ്ങൾ സ്റ്റേറ്റ് ഇങ്ങനെ കടന്നു പോകുന്നവർ ഒരുപാട് പേരുണ്ടാവും. പക്ഷേ ഞാനിത് ആദ്യമായിട്ടായതുകൊണ്ട് എനിക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ സമയം 12:30 ഇനി 12:47 കോയമ്പത്തൂർ ജംഗ്ഷനിലെത്തേണ്ട സമയം. കുറച്ചുകൂടി ഉള്ളൂ. അവിടെ നിന്ന് പറയും അവിടെ എത്തി കഴിഞ്ഞാൽ എനിക്ക് സീറ്റ് കണ്ടുപിടിക്കുന്നു. അപ്പുറത്ത് നോക്കി മലകളിലേക്ക് ഒരു പ്രത്യേക റൗണ്ട് ഷേപ്പുള്ള ഫുൾ മലകളോട്ടോ. ഒരു കാണലൊക്കെ സിറ്റി ഏരിയ വന്നു തുടങ്ങിയിട്ടുണ്ട്. കോയമ്പത്തൂർക്ക് എത്താറുണ്ടല്ലോ മലയുടെ നിറയെ വീടുകളാട്ടോ. ഫുൾ വീടുകളാണ്. നമ്മൾ രാജസ്ഥാനിലൊക്കെ പോലെ വീടുകളൊക്കെ കളർഫുള്ളായിട്ട് അടിപൊളിയായിട്ടാണ്. വളരെ നദിയൊക്കെ ഉണ്ട്, ഒഴുകുന്നുണ്ട്. അവിടെ കോയമ്പത്തൂരെത്തി. ഒരിക്കലും എൻ്റെ സീറ്റ് കണ്ടുപിടിക്കണം. എനിക്കെൻ്റെ സീറ്റ് കിട്ടിയിട്ട് കോയമ്പത്തൂരെത്തിയിട്ട് നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് മുമ്പ് നടക്കാനും പറ്റിയില്ല. അപ്പം നേരത്തെ ഇരുന്ന പോലെ തന്നെ ഇതുപോലുള്ള സീറ്റ് ഞാൻ കിട്ടിയത്. മിഡിലാണ് എൻ്റെ സൈഡല്ല, വിൻഡോ സീറ്റല്ല, മിഡിലാണ്. ഞാനിൽ വന്നു കഴിഞ്ഞാൽ എന്താ പറയുക, ഇവിടെ ഇപ്പോൾ വണ്ടി എടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ സീറ്റ് ഒഴിവാണ്. പിന്നെ ഞാൻ ഫുഡ് കഴിക്കണം. ഇപ്പോൾ സമയം 1:35 അപ്പോൾ ഞാൻ ചോറും കേബേജ് ഉപ്പേരി കേട്ടോ. അവിടെ അടുത്ത TTR വന്നിട്ടുണ്ട്. എൻ്റെ നമ്പറും കൺഫേം ആയി. ഇത് തന്നെയാണ് സീറ്റ്. പക്ഷേ ഇതല്ല കേട്ടോ സീറ്റ്, ഇത് ഇവിടെ ഉള്ളതാണ് എൻ്റെ സീറ്റ്. സെൻട്രൽ സീറ്റാണ് എൻ്റെ, മിഡിലാണ്. പക്ഷേ ഇവിടുത്തെ ആളൊന്നും വന്നിട്ടില്ല. സുഖമായിട്ടിരിക്കാം.
അപ്പം ഇനി അടുത്ത സ്റ്റേഷൻ എന്ന് പറയുന്നത് സ്റ്റോപ്പുള്ളത് ഈറോഡാണ് കേട്ടോ. പിന്നെ ചാർജ് ചെയ്യാനൊക്കെ ആയിട്ട് അങ്ങനെ എനിക്കൊരു ബുദ്ധിമുട്ട് വന്നില്ല കേട്ടോ. കാരണം നമ്മൾ ഇരിക്കുന്ന സീറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെ ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ക്യാമറ ആയാലും എനിക്ക് ചാർജ് ചെയ്യണമായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പിന്നെ ചാർജ് ചെയ്യും. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ കുറേയൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയത്. നമ്മൾ പല ട്രെയിനിലും പൈസ ചോദിക്കാൻ വേണ്ടി വരുന്ന ആ ടൈപ്പ് ആളുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പം അങ്ങനത്തെ ഒന്നും ഈ ഒരു ട്രെയിനിൽ ഞാൻ കണ്ടില്ല കേട്ടോ. ഇത് ആക്ച്വലി ജനറൽ കമ്പാർട്ട്മെൻ്റ് അല്ല, സെക്കൻഡ് സിറ്റിംഗ് ആണ്. അതുകൊണ്ടായിരിക്കും അത്രയും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇതാ ഈറോഡ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടോ. ട്രെയിൻ ഈറോഡിൽ നിന്ന് ഇതുവരെ പുറപ്പെട്ടിട്ടില്ല. ട്രെയിൻ ഈറോഡ് ഓടിക്കുന്നതാണ്. കൂടുതലായിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റോപ്പ് സേലാണ്. ഇവിടെ എഞ്ചിനൊക്കെ മാത്രമല്ല, സൈഡിലെല്ലാം പനകൾ കിട്ടാം. കുറേ പനകൾ കാണുന്നുണ്ട്. അവിടെ എന്താണ് പനകളാ? തെങ്ങ് എല്ലാവരും കൂടുതൽ പനകളാണ്. അങ്ങനെ സേലം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയോട് കൂടിയിട്ട് എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള പാസഞ്ചേഴ്സും കൂടി വന്നു കേട്ടോ. അതുകൊണ്ട് എനിക്ക് പുറത്തെ കാഴ്ചകളൊന്നും അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. എന്നാൽ പിന്നെ ഞാനൊന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു. രാവിലെ ട്രെയിൻ കയറിയത് മുതലൊന്നും ഉറങ്ങിയിട്ട് പോലും ഇല്ലായിരുന്നു. പിന്നെ എൻ്റെ വലതുവശത്തിരിക്കുന്ന ഒരു തമിഴനും ഇടതുവശത്തിരിക്കുന്ന ഒരു ഹിന്ദിക്കാരനായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് ഒരു തരത്തിലുള്ള ഒരു മിസ്ബിഹേവ് പോലും എനിക്ക് എവിടുന്നും ഈ ഒരു യാത്രയിൽ എനിക്ക് ഉണ്ടായില്ല കേട്ടോ. അതിനിടയിൽ നല്ല മഴ തുടങ്ങി. അപ്പോൾ ഒരു 1.5 മണിക്കൂറോളം ട്രെയിൻ നിർത്തിയിട്ടു കേട്ടോ. അത്രയും ലേറ്റായിരുന്നു. പിന്നെ ഞാൻ ഓൾറെഡി റൂം ബുക്ക് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല, ആ ഒരു ടെൻഷൻ എനിക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ ബാംഗ്ലൂർ എത്തുന്നതിന് മുന്നേ കർണേളർ എന്ന് പറഞ്ഞൊരു സ്റ്റോപ്പുണ്ട് കേട്ടോ. ആ സ്റ്റേഷനിലാണ് ഞാൻ ഇറങ്ങിയത്. പിന്നെ എനിക്ക് ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിവിടെ വന്നത്. അപ്പോൾ ഈ ഒരു യാത്ര ഞാനൊരു വീഡിയോ ഒക്കെ വിചാരിച്ചു. അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. അങ്ങനെ ഫൈനലി ഇത് ബാംഗ്ലൂർ എത്തിയിരിക്കുകയാണ്. ട്രെയിൻ ലേറ്റായിരുന്നു.